വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരമായി എന്നുള്ള സന്തോഷകരമായ വാർത്ത ശാസ്ത്ര ലോകത്തെ തേടിയെത്തുന്നു. ഗതി നിർണയ ഉപഗ്രഹം NVS-2 ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞു. സ്ഥാനനിർണയം, നാവിഗേഷൻ, സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത 7 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയാണ് നാവിക്. 3, 2, 1, L40 stages are ignited. plus 5 seconds. Lift off normal. Magnificent liftoff of GSLV tracking. F-15 NVS-02 mission. 100th Petrol launch tracking. mission of ISRO embarks on its journey. tracking. plus ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ സയൻസ് വിദഗ്ധൻ പ്രജിൻ സി കണ്ണൻ തത്സമയം ചെയ്യുന്നു. പ്രജിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഓരോ ഭാരതീയനും ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 100 ഉപഗ്രഹങ്ങൾ, അതും ഉപഗ്രഹങ്ങളുടെ ശ്രേണിയുമായിട്ട് 100ാം സെഞ്ചുറി അടിച്ചു നിൽക്കുന്ന ISRO. യഥാർത്ഥത്തിൽ ബിഗ് സല്യൂട്ട് ടു ISRO. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രജിൻ സി കണ്ണൻ? യെസ്, തീർത്തും അഭിമാനകരമായ നിമിഷമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്ന നമ്മുടെ അഭിമാന കേന്ദ്രം അവിടെ ഒരു സെഞ്ചുറി തികയ്ക്കുന്നു. ISROയ്ക്കായി 100 വിക്ഷേപണ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അവിടെ ഇന്ന് GSLV F-15 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും, അല്ലെങ്കിൽ ISROയുടെ ഏറ്റവും കരുത്തറ്റ ആ റോക്കറ്റ് NVS-2 എന്ന് പറയുന്ന നാവിഗേഷൻ ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ 100 ദൗത്യങ്ങൾ അവിടെ ശ്രീഹരിക്കോട്ടയിൽ പൂർത്തിയാക്കുകയാണ്. നിരവധി ചെറുതും വലുതുമായ റോക്കറ്റ് വിക്ഷേപണ ദൗത്യങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ നടന്നിട്ടുണ്ട്. 1979 മുതൽ 2025 ഈ ഡേറ്റ് വരെയുള്ള സമയത്ത് നടന്ന 100 വിക്ഷേപണ ദൗത്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അഭിമാന കേന്ദ്രമായി ശ്രീഹരിക്കോട്ട എടുത്തു പറയാൻ കാരണം 1979 ഓഗസ്റ്റ് 10-ാം തീയതി നടന്ന ആദ്യ വിക്ഷേപണം അതൊരു പരാജയമായിരുന്നു. പിന്നീട് 1980 നടന്ന അതേ വിക്ഷേപണം, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന പേരിൽ ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് തെളിയിക്കാൻ നടത്തിയ രണ്ടാമത്തെ പരീക്ഷണം വിജയിപ്പിച്ചുകൊണ്ടാണ് ശ്രീഹരിക്കോട്ടയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത്. അന്ന് ആ മിഷന്റെ ഡയറക്ടർ, ആ പ്രോജക്ട് ഡയറക്ടർ APJ അബ്ദുൽ കലാം നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതിയായിരുന്നു, മുൻ രാഷ്ട്രപതിയായിരുന്നു. എങ്കിൽ ഇന്ന് 100ാം വിക്ഷേപണ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ ഇന്നത്തെ GSLV F-15 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച് നടത്തിയ വിക്ഷേപണ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ഒരു മലയാളിയാണ്. അവിടെയും ഒരു മലയാളി സ്പർശമുണ്ടാകുന്നു എന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ മറ്റൊരു കാര്യമാണ്. തോമസ് കുര്യൻ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരനാണ് ഇന്നത്തെ മിഷന്റെ ഡയറക്ടറായിരുന്നത്. അങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്തു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന സാറ്റലൈറ്റ് ആണ് NVS-02 എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനായി ഉപയോഗിച്ച റോക്കറ്റാണ് ഈ പറയുന്ന GSLV F-15 എന്ന് പറയുന്ന ഇന്ത്യയുടെ, അല്ലെങ്കിൽ ISROയുടെ ഏറ്റവും കരുത്തറ്റ റോക്കറ്റാണ്. ഈ റോക്കറ്റിലേറിയാണ് ശരവേഗത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് NVS-02 അതിന്റെ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചിരിക്കുന്നത്. അതായത് വിക്ഷേപണം തുടങ്ങി 20ാം മിനിറ്റിൽ കൃത്യമായി പ്രിസൈസായി, നേരത്തെ ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാൻ പറഞ്ഞത്, പ്രിസൈസായി കൃത്യമായി ഭ്രമണപഥത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ആ രീതിയിൽ അഭിമാന ദൗത്യം പൂർത്തിയാക്കുകയാണ് ISRO. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ചിത്രത്തിൽ കാണാം. 100 ദൗത്യങ്ങൾ ഫ്രം SDSC ഷാർ, അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഷാർ എന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നാണ്. മുൻകാലങ്ങളിൽ 2002 മുൻപ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്, ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സതീഷ് ധവാന്റെ പേര് കൂടി ചേർത്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് ശ്രീഹരിക്കോട്ടയിലെ ഈ വിക്ഷേപണത്തറയ്ക്ക് പേര് മാറ്റുകയായിരുന്നു. 2 വിക്ഷേപണത്തറകൾ ഇപ്പോൾ അവിടെ ഫംഗ്ഷനിങ് ആണ്. 3ാമത്തെ വിക്ഷേപണത്തറ അത് പൂർത്തിയാക്കാൻ പോവുകയാണ്. ഏറ്റവും പുതിയ ആധുനികമായ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള വിക്ഷേപണങ്ങൾ നടത്താൻ സാധിക്കുന്ന രീതിയിൽ ഇന്ത്യ വളരുകയുമാണ്. അങ്ങനെ 17ാമത്തെ GSLV ദൗത്യത്തിൽ മറ്റൊരു കൊത്തുവൽ കൂടി ശ്രീഹരിക്കോട്ടയിൽ കൈവരിച്ചു.